بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് നംൽ 28 മുതൽ 38 മുതൽ 40 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ സൂചിപ്പിക്കാം. قال يا أيها الملأ أيكم قال قالت തുടങ്ങിയ പദങ്ങൾ ആവർത്തിച്ചു വരും. ഇത് കഴിഞ്ഞ വചനങ്ങളിലൊക്കെ നാം മനസ്സിലാക്കിയതാണ്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണ്. കൂടാതെ അഖ്സൽ ലിസാൻ എന്നതാണ് അതിൻ്റെ മഖ്റജ്. നല്ല സ്വരഭാരത്തോടെയും ശിദ്ദത്തോടുകൂടിയും ഒക്കെ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. നല്ല ശക്തിയുള്ള അക്ഷരമാണ്. അതിന് സ്വരഭാരത്തോടെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്ത് സ്വരഭാരത്തോടെയും ഉച്ചരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഖാല 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 എന്നിങ്ങനെ ഒരു ഒകാരമൊന്നും വേണ്ട. ഖാല ഖാല ഇഫ്രീത്ത് ഖാല യാ അയ്യുഹൽ മലഅ ഖാല യാ അയ്യുഹൽ മലഅ. യാ അയ്യുഹ എന്ന പദത്തിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. യാ അയ്യുഹ എന്നത് ഒറ്റപ്പദം പോലെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് 2 പദമായിട്ടാണ് പരിഗണിക്കുക. അലിഫും ശേഷം ഹംസയും വേറിട്ടുകൊണ്ട് ഉള്ള പദങ്ങളായി പരിഗണിച്ചുകൊണ്ട് അലിഫിന് ശേഷം അടുത്ത പദത്തിലായി ഹംസ വന്നതായി ഉള്ള നിയമം അനുസരിച്ച്, അങ്ങനെ വരുമ്പോഴുള്ള നിയമമായ മദ് മുൻഫസിൽ ജായിസ് അനുസരിച്ച് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക എന്നതാണ്. യാ അയ്യുഹൽ മലഉ അയ്യുകും. ഹംസകൾ ആവർത്തിച്ചു വരുന്നു. അയ്യുഹ, അൽ മലഉ, അയ്യുകും. ഇതൊക്കെ വളരെ ക്ലിയറായിട്ട് ഹംസകളെ ഉച്ചരിക്കണം. ശിദ്ദത്തിൻ്റെ അക്ഷരം കൂടിയാണ് ഹംസ. അതുപോലെ മജ്ഹൂറായ, അങ്ങനെ വളരെ വ്യക്തമായി ഉച്ചരിക്കേണ്ട അക്ഷരം. അയ്യുഹൽ മലഉ അയ്യുകും എന്ന് വ്യക്തമാക്കണം. അയ്യുഹൽ മലഉ അയ്യുകും എന്നൊന്നും പറയരുത്, സൂക്ഷിക്കുക. അയ്യുകും യഅ്തീനി, യഅ്തീനി അവിടെയും ഹംസ വരുന്നു. ഇവിടെ അയ്യുകും യഅ്തീനി സാക്കിനത മീമും ശേഷം യാവും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കേണ്ടതാണ് മീമിനെ. അയ്യുക്കും അധികം മണിച്ചു പോകരുത്. അയ്യുക്കും യഅ്തീനി ബിഅർശിഹ, യഅ്തീനി ബിഅർശിഹ. ഐന് തൊണ്ടയുടെ അക്ഷരമാണ്. ഹൽക്കിയായ തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. തവസ്സുത്ത് എന്നത് അതിൻ്റെ സിഫത്താണ്. ബൈനിയ എന്നും പറയും. കൂടുതൽ ഷിദ്ദത്തോ എന്നാൽ റഹാവത്തോ അല്ല, മധ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ മധ്യമ അവസ്ഥ നൽകിക്കൊണ്ട്, അതാണ് ബൈനിയ എന്നുകൊണ്ട് ഉദ്ദേശം. ആ എന്ന് പറയുമ്പോൾ ഖാബില എന്ന് പറയുമ്പോൾ ഖാഫ് നേരത്തെ സൂചിപ്പിച്ചതാണ് അതിൻ്റെ സിഫത്തും മഖ്റജുമൊക്കെ. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. ഖാബില അൻ യഅ്തൂനി, ഹംസകൾ ആവർത്തിച്ചു വരുന്നു. അൻ യഅ്തൂനി എന്ന് പറയുമ്പോൾ സാക്കിനത നൂനും ശേഷം യാഹുമാണ്. ഇത് ഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് നൂനിനെ യായിൽ ലയിപ്പിച്ച് പണിക്കുക. യഅ്തൂനി മുസ്ലിമീൻ, ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ. വീണ്ടും ഖാല സൂചിപ്പിച്ചു കഴിഞ്ഞു. ഖാഫും അലിഫും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഖാല ഇഫ്രീതും മിനൽ ജിൻ, ഇഫ്രീതുൻ
അവിടെ ആഫ്രീത്തുൻ ആഫ്രീത്തുന്നോ ഒരു കസ്റ അവ്യക്തമായി എകാരം കൊടുത്ത് ആഫ്രീത്തുൻ എന്നൊന്നും പറയരുത്. ഐ എന്ന് ക്ലിയറായി കസ്റ ഉച്ചരിക്കണം. ഇഫ്രീത്തും മിനൽ ജിൻ. തുൻ എന്നതിൽ തൻവീൻ ശേഷം മീമ് പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഇഫ്രീത്തും എന്ന് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശദ്ദുള്ള മീമിനെ മാത്രം ഉച്ചരിച്ചുകൊണ്ട് മണിക്കുക. ഇഫ്രീത്തും മിനൽ ജിൻ മിനൽ ജിന്നി അന ആതീക്. മിനൽ ജിന്നി നൂൻ മുശദ്ദദായി മണിക്കണം. ശദ്ദുള്ള നൂന്. അന ആതീക ബിഹി ഖബ്ൽ. അന ആതീക. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അന എന്ന് ദീർഘം നൽകണം. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. 7 അലിഫുകളിൽ വഖഫിൽ സ്ഥിരപ്പെടുത്തുകയും അതിനെ അല്ലാത്തതിനെ വസ്ലിൽ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട അലിഫ് അന ആതീക. വഖഫ് ചെയ്യുകയാണെങ്കിൽ അന എന്ന് തബീഇയ 2 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. അന ആതീക ബിഹി ഖബ്ല അൻ തഖൂം. ബിഹി എന്നതിൽ മദ്ദുസ്സിലത്ത് സുഗ്റ നൽകി ഹായിനെ ദീർഘിപ്പിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ബിഹ് എന്ന് സുക്കൂൻ നൽകുക. ഖബ്ല അൻ തഖൂമ. ഖബ്ല ഖാഫ് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. തഫ്ഖീം ചെയ്യണം. ബാഹിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ ശബ്ദം ചലിപ്പിക്കുക. അൻ തഖൂമ സാക്കിനത്ത നൂൻ ശേഷം താ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. അൻ തഖൂമ മിൻ മഖാമിക്. തഖൂമ ഖാഫിന് തഫ്ഖീം കൊടുക്കണം. നിസ്ബിയ തഫ്ഖീം. അതുപോലെ മഖാമിക് അവിടെയും ഖാലയിൽ പറഞ്ഞ അതേ ഹുക്ം തന്നെ ഖാഫിനും അലിഫിനും തഫ്ഖീം. മഖാമിക് മിൻ മഖാമിക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇഫ്രീത്തും മിനൽ ജിൻ അതേ ഹുക്ം. പൂർണ്ണമായ ഇദ്ഗാം സക്നത്ത നൂനിനെ മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മിൻ മഖാമിക്. വഖഫ് ചെയ്യുമ്പോൾ മഖാമിക് മഖാമിക് എന്ന് കാഫിന് ഷിദ്ദത്തും ഹംസും പൂർത്തിയാക്കി നൽകിക്കൊണ്ട് കാഫിൽ വഖഫ് ചെയ്യുക. വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. വഇന്നി നൂൻ മുശദ്ദദ മണിക്കണം. അലൈഹി ലഖവിയ്യുൻ ഖാഫ് തഫ്ഖീം ചെയ്യണം. ലഖവിയ്യുൻ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ശേഷം ഹംസയാണ്. അമീൻ. ലഖവിയ്യുൻ അമീൻ. قال الذي عنده علم من الكتاب. ഖാല സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ഹുക്മ് തഫ്ഖീം ചെയ്യുക. അലിഫിലും തഫ്ഖീം. ഇൻദഹു സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. ഐൻ എന്ന് ക്ലിയർ ആവേണ്ട. ഇൻദഹു ഇൽമും മിനൽ കിതാബ്. തൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഇൽമും മിനൽ കിതാബി. അന ആതീക. അന നേരത്തെ വന്നു. ആതീകയും അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ. ഖബ്ല ഖാഫ് തഫ്ഖീം ചെയ്യണം. ബായിന് സുക്കൂനാണ്. ഖൽഖല സുഗ്റ. അൻ യർതദ്ദ സാക്കിനത്ത നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. യർതദ്ദ എന്ന് പറയുമ്പോൾ റാഹിന് തഫ്ഖീമാണ്. തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. യർതദ്ദ റാഹ് തഫ്ഖീം ചെയ്യണം. യർതദ്ദ തഫ്ഖീം ഇല്ലാത്ത അക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്. അത് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ല. എന്നാലും സൂക്ഷ്മത വേണം. യർതദ്ദ തദ്ദ എന്ന് തഫ്ഖീം ചെയ്യണ്ട. റാഹിന് മാത്രമേ തഫ്ഖീമുള്ളൂ. യർതദ്ദ ഇലൈക തർഫുക. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാൻ്റെ ഹർഫ് തടിപ്പിക്കുക. എന്ന ഹെവി ആയിട്ടുള്ള ശബ്ദം.
طرفك റായിനും തഫ്ഖീമാണ്. طرفك വഖഫ് ചെയ്യുമ്പോൾ ഹംസും ഷിദ്ദത്തും ഒക്കെ കാഫിലുണ്ടാകും. طرفك طرفك എന്ന് പറഞ്ഞ് തീരെ ശബ്ദം കേൾപ്പിക്കാതെയോ طرفك എന്ന് ശബ്ദം ചലിപ്പിക്കുകയോ ചെയ്യരുത്. ഫലമ്മ മീം മുശദ്ദദ ശദ്ദുള്ള മീമിനെ മണിക്കണം. റആഹു 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 അല്ല റആ റആ വ്യക്തമായി ശ്രദ്ധിച്ച് പറയാം. റആഹു റായിന് തഫ്ഖീമാണ്. സർബാരത്തോടെ റായിന് ഉച്ചരിക്കുക. റആഹു മുസ്തഖിറൻ ഇൻദ മുസ്തഖിറൻ ഖാഫിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. റായിന് ശേഷം മുസ്തഖിറൻ ആ റായിനും തഫ്ഖീം കൊടുക്കുക. തൻവീനും ശേഷം ഐനും ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മുസ്തഖിറൻ ഇൻദ സക്കിൻ തനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ഇൻദഹു ഖാല ഖാല തഫ്ഖീം ചെയ്യേണ്ട ഖാഫ് അതിൻ്റെ ദീർഘാക്ഷരവും സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഹാദാ മിൻ ഫദ്ലി റബ്ബി ഹാദാ എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. തഫ്ഖീമിൻ്റെതാണ് നാം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. എന്നാൽ അല്ലാത്തവയ്ക്കൊക്കെ തർക്കീഖാണ്. ഹാദാ ഹാദാ അല്ല ഹാദാ മിൻ ഫദ്ലി സാക്കിനത്ത് അനൂനും ശേഷം ഫാവുമാണ് മറച്ച് മണിക്കുക. ഇഖ്ഫാ ഹഖീഖി ضادന് തഫ്ഖീമാണ്. ഫദ്ലി മിൻ ഫദ്ലി റബ്ബി റായിന് തഫ്ഖീം കൊടുക്കുക. മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅഷ്കുറു ലിയബ്ലുവനി ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. സുക്കൂൻ ലിയബ്ലുവനി എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അഅഷ്കുറു അം അക്ഫുർ ഹംസകൾ സൂക്ഷിക്കണം. അഷ്കുറു അം അക്ഫുർ എന്നൊന്നും പറയരുത്. അഷ്കുറു ക്ലിയറാക്കി വെച്ചിരിക്കുക. അഷ് ഷീന് തഫശിയുടെ അക്ഷരമാണ്. വ്യാപിക്കുമെന്നതാണ്. ആ കാറ്റ് വ്യാപിച്ച് അവിടെ ഇങ്ങനെ പ്രത്യേകമായ ശബ്ദം അഷ് അഷ് എന്നുച്ചരിക്കുക. അഷ്കുറു റായിന് തഫ്ഖീം കൊടുക്കണം. വ്യക്തമായി ദമ്മ് ഉള്ള റാ ഉച്ചരിക്കുക. അം അക്ഫുർ സാക്കിനത്ത് മീമിന് ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അഷ്കുറു അം അക്ഫുർ വമൻ ശക്കർ അവിടെ അക്ഫുർ എന്ന് പറയുമ്പോഴും റായിന് തഫ്ഖീമാണ്. ചേർത്ത് ഓതുകയാണെങ്കിലൊക്കെ റായിന് അവിടെ തഫ്ഖീം വരുന്നതാണ്. വമൻ ശക്കറ സാക്കിനത്ത് അനൂനിന് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. വ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കുക. ശക്കറ ശകറ വ്യക്തമായി ഇസ്തിഫാലിൻ്റെ ഹർഫുകൾക്ക് തർക്കീഖും റായിന് തഫ്ഖീമും ഒക്കെ കൊടുത്ത് ശകറ വമൻ ശകറ ഫഇന്നമാ നൂൻ മുശദ്ദദയെ മണിക്കുക. ശദ്ദുള്ള നൂൻ യഷ്കുറു ലിനഫ്സിഹി ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി യഷ്കുറു തടിപ്പിച്ച റായിനെ ഉച്ചരിക്കുക. ലിനഫ്സിഹി വഖഫ് ചെയ്യുമ്പോൾ ലിനഫ്സിഹി വമൻ കഫറ വമൻ കഫറ സാക്കിനത്ത് അനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ശേഷം കാഫ് വന്നിട്ടുണ്ട്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം ഫഇന്ന നൂൻ മുശദ്ദദയെ മണിക്കണം. ശദ്ദുള്ള നൂൻ റബ്ബി റായിന് തഫ്ഖീം കൊടുക്കുക. തടിപ്പിച്ച റാ ഉച്ചരിക്കുക. ഗനിയ്യുൻ ഗൈനിന് തഫ്ഖീമാണ്. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ഗനിയ്യുൻ തൻവീൻ കരീം ശേഷം കാഫും തൻവീനും ശേഷം കാഫും ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ചുച്ചരിക്കണം. ഗനിയ്യുൻ കരീം. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم